السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം വുളു ആണ്, ആബ്ലൂഷൻ. അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ 6-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ വുളു ഉണ്ടാക്കണമെന്ന്. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിൽ ഒരുപാട് പ്രിവെൻറ്റീവ് മെഡിസിൻസുകൾ അനേകമുണ്ട്. ഇസ്ലാമിൽ പറഞ്ഞ ഓരോ ഹറാമുകളെപ്പറ്റി നാം പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെയും പ്രിവെൻറ്റീവ് മെഡിസിൻസുകളാണ്. അതായത് പിന്നെ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും കാലേക്കൂട്ടി ഇല്ലാണ്ടാക്കാനുള്ള പല പ്രോസസ്സുകളും ആണ്. പക്ഷേ നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ആരോഗ്യമുണ്ട്, ഔഷധ ഫലങ്ങളുണ്ട് എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നതല്ല. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അത് അതേപോലെ നാം അനുസരിക്കുന്നു, ചെയ്യുന്നു എന്ന് മാത്രം. എങ്കിലും അതിൻ്റെ ബേക്കിൽ ഒരുപാട് സയൻറ്റിഫിക് റീസർച്ചുകൾ നടത്തി അതിൻ്റെ പല രഹസ്യങ്ങളും ശാസ്ത്രജ്ഞരും ഗവേഷകരും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ വുളു, ആബ്ലൂഷൻ, ഇത് നമ്മുടെ ശരീരത്തിലെ പ്രധാന ഭാഗങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് മുഖേനയും നമുക്ക് ഒരുപാട് ആരോഗ്യ ഫലങ്ങൾ ഉണ്ട്. നാം ആദ്യമായി മുങ്കൈ കഴുകുന്നു. ഈ മുങ്കയാണ് ഈ മുങ്കയെ കൊണ്ടാണ് എല്ലാ സാധനങ്ങളെയും നാം തൊടുന്നത്, ടച്ച് ചെയ്യുന്നത്. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നാം ടച്ച് ചെയ്യുന്നത് മുങ്കൈ കൊണ്ടാണ്. ഈ ഇന്ന് ബാക്ടീരിയകൾ കുന്നുകൂടുന്ന ഒരു കാലാണ്. ഫംഗസ്, വൈറസ്, മൈക്രോബ്സുകൾ, ഇങ്ങനെ പലതും കുന്നുകൂടുന്ന കാലാണ്. അപ്പോൾ നാം ഈ ടച്ച് ചെയ്യുന്നതിലൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്ടീരിയകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് പിടിക്കുന്നു. അതിനെ ഒന്ന് ശുദ്ധീകരിക്കണം. നാം ഈ ഉണ്ടാക്കുന്ന വുളു അഞ്ച് നേരത്തെ നിസ്കാരത്തിനും മറ്റു സമയത്തും അതിലൊക്കെ ഇത്തരം ബാക്ടീരിയകളും ഇത്തരം രോഗാണുക്കളൊക്കെ അത് നീങ്ങുന്നുണ്ട്, അത് ഇല്ലാണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ ബാക്ടീരിയകളെ നാം തൊടുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ പതിക്കുന്നു. പിന്നീട് സ്ലോലി ആയിട്ട് നമ്മുടെ കയ്യിൻ്റെ മറ്റു ഭാഗത്തേക്ക് അത് നീങ്ങുന്നു. ഈ ബാക്ടീരിയകൾ അത് മുഖേന നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. പല ജാതി രോഗങ്ങളും ഉണ്ടാകുന്നു. ഇക്സിമ പോലെയുള്ള രോഗങ്ങൾ, ഈ നമ്മുടെ ചർമ്മത്തിൻ്റെ സ്കിന്നിൻ്റെ കളറ് ചേഞ്ച് ആകുന്നു, അതിന് മാറ്റം വരുന്നു. ഇങ്ങനെ പല ജാതി രോഗങ്ങളും ഉണ്ടാകുന്നു. അവിടെ വല്ലാത്ത ചൊറിച്ചലുണ്ടാകുന്നു കയ്യിൽ മറ്റും. ആദ്യം തന്നെ ഇത്തരം ബാക്ടീരിയകളെ നാം നീക്കുന്നത് കൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ കൈ കൊണ്ടാണ് നാം ഭക്ഷിക്കുന്നത്. ഈ ഭക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ വയറ്റിൽ പോകേണ്ടത് വളരെ ശുദ്ധിയോടെ കൂടെ ആയിരിക്കണം. പക്ഷേ നാം കഴുകാത്ത പക്ഷം ഈ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുന്നു എന്ന് മാത്രമല്ല, ഇത്തരം വുളുകളിൽ കൈ കഴുകുന്നു. അതായത് നമ്മുടെ കൈ എന്നും ശുദ്ധമായിരിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാതെ കഴിക്കുന്നതുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അത് മുഖേന പല ഇങ്ങനെയുള്ള സൂക്ഷ്മമായ രോഗാണുക്കൾ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് പോകാനുള്ള ഏറെ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മിഅദത്തു ബൈത്തുദ്ദാ വൽ ഹിംയത്തു റഅസു കുല്ലി ദവാ. അതായത് നമ്മുടെ വയറ് രോഗങ്ങളുടെ വെയർ ഹൗസാണ്.
അതിനെ കാലേക്കൂട്ടി നാം സൂക്ഷിക്കലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഔഷധം, മരുന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിൽ ഇതൊക്കെ ഉളൂഉം ഈ ഭക്ഷണത്തിന് മുമ്പായിട്ട് കൈകൈകലും ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ പെടുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നാം ഭക്ഷിക്കുന്നതും കൂടി നാം ഇങ്ങനെ കഴുകിയില്ല എങ്കിൽ അതിന് പോലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ച് നമ്മുടെ പല്ലിനും വായക്കും തൊണ്ടയിലും ശ്വാസനാളത്തിനും വയറ്റിനും ഒക്കെ രോഗങ്ങൾ വരും. അതുകൊണ്ട് ഇത് വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തിരിക്കുന്നത്, 5 നേരം വുളു ഉണ്ടാക്കി നിസ്കരിക്കുക എന്നുള്ളത്. മുൻകൈ കഴുകുന്ന ആ വിഷയത്തെ പറ്റിയാണ് ഞാൻ വളരെ ചുരുക്കിട്ടാണ് പറയുന്നത്. ഓരോ വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾ വളരെയധികം നീളും. അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി പറയുന്നത്. പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അതിസൂക്ഷ്മമായ രോഗാണുക്കൾ, മൈക്രോബ്സുകൾ അത് ഈ വായിൽ പിന്നെ കുന്നുകൂടുകയും അവിടെ വ്യത്യസ്തമായ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവർ പറയുന്നത് ഈ സലൈവ എന്ന് പറയുന്ന നമ്മുടെ ഉമിനീര്, ആ ഉമിനീരിൽ 1 സ്ക്വയർ മില്ലിമീറ്ററിൽ 100 മില്യൺ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ ഈ രോഗാണുക്കൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇത്തരം രോഗങ്ങളൊക്കെ നാം ഇങ്ങനെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നത് കൊണ്ട് അത് നീങ്ങും, അവിടുന്ന് ഇല്ലാണ്ടാകും. എന്ന് മാത്രമല്ല, ഈ മൈക്രോ ഓർഗാനിസം, ഈ അതിസൂക്ഷ്മമായ രോഗാണുക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാണാത്ത രോഗാണുക്കൾ നമ്മുടെ പല്ലിയിൽ അത് അവിടെ സ്റ്റക്ക് ചെയ്യും, അതവിടെ ഒട്ടിപ്പിടിക്കും. എന്ന് മാത്രമല്ല, ഇത് വളരെയധികം ആസിഡുകൾ അവിടുന്ന് സീക്രട്ട് ചെയ്യും ഈ രോഗാണുക്കൾ. അങ്ങനെ ആസിഡുകൾ സീക്രട്ട് ചെയ്താൽ പിന്നെ അത് നമ്മുടെ പല്ലിന് ബാധിക്കും. എന്ന് മാത്രമല്ല, പല്ലിൻ്റെ കളറ് ചേഞ്ച് ആകും. മാത്രമല്ല, അതിൻ്റെ പല്ലിൻ്റെ ഫങ്ഷനുകൾ, പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരും. എന്നിട്ട് ഒരുപാട് രോഗങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും വീക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെല്ലാം കാലേക്കൂട്ടി തടയുന്നതാണ് ഇത്തരം ഈ വുളുഇൻ്റെ പ്രോസസ്സുകൾ. അങ്ങനെ നാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, വായിൽ വെള്ളം കുപ്പിളിക്കുന്നത് കൊണ്ട് ഒരുപാട് ബാക്ടീരിയകളെയും അതുപോലെ തന്നെ രോഗാണുക്കളെയും അവിടുന്ന് തുരത്താൻ പറ്റും, ഇല്ലാണ്ടാക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, വുളുഇൽ പറഞ്ഞത് പിന്നെ ഒന്ന് ഗാർഗിൾ കൂടി ചെയ്യണം എന്നാണ്. അതായത് വെള്ളം തൊണ്ടയോട് അടുപ്പിച്ചിട്ട് ഒന്ന് ഗളഗള ആക്കണം. കാരണം തൊണ്ടയുടെ അടുത്ത് വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതും അതിൽ നിന്ന് ഇല്ലാണ്ടാകും. പക്ഷെ നാം ഇതെല്ലാം ഇബാദത്തായി ചെയ്യുന്നത് എങ്കിലും നമുക്ക് ഇത് മുഖേന ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാത്ത പക്ഷെ ഇങ്ങനെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നത് കൊണ്ട് വയറ്റിലുണ്ടാകുന്ന ചില വീക്കങ്ങൾ, ചെറിയിൽ വരുന്ന കീറലുകൾ, അതേപോലെ ചെറിയിലും പിന്നെ നമ്മുടെ വായിലും വരുന്ന പുണ്ണുകൾ, ഇവകളൊക്കെ ഇല്ലാണ്ടാകും. ടോൺസിൽസിൻ്റെ രോഗം എന്ന് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. അതിനെ സർജറി വരെ ചെയ്ത് നീക്കുന്ന അവസ്ഥ വരെ വരുന്നുണ്ട്. അത്തരം രോഗങ്ങളും വരൂല. അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെ ടോൺസിൽസിന് ക്യാൻസർ വരെ വരുന്നുണ്ട്. അത്തരം രോഗങ്ങളൊന്നും വരൂല. തൊണ്ടയിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളെ ഇവകൾ തടയും എന്നാണ് പറയുന്നത്. ഇങ്ങനെ നാം നോക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഞാനിപ്പോൾ മുൻകൈ കഴുകുന്നതിൻ്റെയും അതുപോലെ തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെ ചുരുക്കത്തിൽ
ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ ഉളൂ കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഒരു ഫലങ്ങൾ ഉണ്ട് ഇത് മുഖേന. എന്നാൽ പിന്നെ ഒരു ചോദ്യം, എന്നാൽ കൂടുതലും രോഗമുണ്ടല്ലോ. പിന്നീട് രോഗം വരുന്നത് ഇത്തരം നമ്മുടെ ഈ നിസ്കാരങ്ങളെ കൊണ്ട്, ഉളൂകളെ കൊണ്ട്, നോമ്പുകളെ കൊണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിൽ പറഞ്ഞ പല കാര്യങ്ങളെ കൊണ്ടാണ് പല രോഗവും ഞങ്ങളിന്ന് ഇല്ലാണ്ടാകുന്നത്. എങ്കിലും ഈ രോഗങ്ങൾ വരുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യവേ രോഗങ്ങൾ വരുന്നു. എന്തുകൊണ്ട്? അതായത് നാം പിന്നീട് കഴിക്കുന്ന ഫുഡുകൾ, പല ജാതി വ്യത്യസ്തമായ ഫുഡുകളിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നു. ഇത്തരം കാര്യം ചെയ്താലും ഫുഡ് വയറ്റിൻ്റെ അകത്ത് അങ്ങനെയുള്ള ഫുഡ് പോയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയില്ലായ്മ, അതുകൊണ്ടും ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അസൂയ, ദേഷ്യം, വിരോധം, വ്യസനം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് അരുതാത്ത കാര്യങ്ങൾ, അശുദ്ധികൾ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തിയാലും പല ജാതി രോഗങ്ങൾ വരുന്നുണ്ട്. ഓരോ ഈ അസൂയയും ദേഷ്യവും ഇങ്ങനെ ഓരോന്നിനെ പറ്റിയും നമുക്ക് 1, 2, 3 ദിവസം ക്ലാസ് എടുക്കാനുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം മനസ്സും ശുദ്ധിയായിരിക്കണം, നല്ല ഫുഡും കഴിക്കണം. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് ഒരു രോഗവും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾക്കും പിന്നെ വരുന്ന താബീങ്ങൾക്കും താബിത്താബീങ്ങൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ മനസ്സും വളരെ ശുദ്ധിയായിരുന്നു, ഫുഡും അത്ര ശുദ്ധിയായിരുന്നു, ഇത്തരം അവരുടെ ദേഹവും എല്ലാം വളരെ ശുദ്ധിയായിരുന്നു, അവരുടെ നിസ്കാരവും വുളുവും എല്ലാം വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ പലപ്പോഴും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം ചിലപ്പോൾ ഉണ്ടായിക്കാണും. അതുകൊണ്ട് നാം ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. കൂടുതൽ ഈ പഠനത്തിന് ഒരു പ്രാധാന്യം നൽകണം. എന്നിട്ട് ഒരുപാട് പഠിക്കണം. എത്ര പ്രായമായാലും പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമിയിൽ മൊത്തം അള്ളാഹു ശാന്തിയും സമാധാനവും കൊണ്ട് നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.